ദുരന്ത ഭൂമിയിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. രാഷ്ട്രീയ ഭേദമന്യേ കൈകോർത്ത് നിന്ന് മരണമുഖത്തകപ്പെട്ടവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിനിടെയാണ് ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദുരന്തം കേരളം ക്ഷണിച്ചു വരുത്തിയതെന്ന് പറയാതെ പറഞ്ഞത്. ജൂലൈ 23-ന് ഇത്ര വലിയ ദുരന്തമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന്. मैं सदन के सामने स्पष्टता करना चाहता हूं, 23 जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दी गई थी. 23 जुलाई को 7 दिन पहले, फिर 24 को गई, फिर 25 को गई, 26 तारीख को मान्यवर ये कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी, भारी वर्षा होगी, लैंडस्लाइड होने की संभावना है, मड भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं. എന്ത് മുന്നറിയിപ്പ് എന്നതാണ് പ്രധാനം. വയനാടിന് കേന്ദ്രം നൽകിയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ മുണ്ടകയിൽ സംസ്ഥാനം എന്ത് നടപടിയെടുത്തെന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. അമിത്ഷാ പഴിചാരും മുൻപ് ഇവിടെ ഓറഞ്ച് അലർട്ടാണ് നിലനിന്നിരുന്നത്. 64 മുതൽ 204 വരെ മില്ലിമീറ്റർ മഴ പെയ്യുമെന്നായിരുന്നു ഇന്നലെ ഉച്ചക്കുള്ള മുന്നറിയിപ്പ്. 572 മില്ലിമീറ്റർ മഴയാണ് ആകെ പെയ്തത്. ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം മനുഷ്യവാസമുള്ള പ്രദേശമല്ല. മഴ കനത്തതിനാൽ ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഇത് അപകടത്തിൻ്റെ വ്യാപ്തി കുറക്കുന്നതിന് കാരണമായി. ഇനി നമുക്ക് കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് എന്തായിരുന്നു എന്ന് പരിശോധിക്കാമല്ലേ. ഹരി, ജൂലൈ 23-ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് എന്തായിരുന്നു? 23-ന് വയനാട്ടിൽ മുന്നറിയിപ്പേ ഉണ്ടായിരുന്നില്ല. ഉരുൾപൊട്ടലുണ്ടായ 30-ന് പുലർച്ചെ എന്തായിരുന്നു മുന്നറിയിപ്പ് എന്നൊന്ന് പറഞ്ഞേ. വയനാടിന് ഓറഞ്ച് അലർട്ട് തന്നെയായിരുന്നേ, അതായത് അതിശക്തമായ മഴ മുന്നറിയിപ്പ്. പക്ഷേ പെയ്തത് അതിതീവ്ര മഴ. റെഡ് അലർട്ട് നൽകേണ്ട സാഹചര്യം. എന്നിട്ട് റെഡ് അലർട്ട് നൽകിയോ? നൽകി. എപ്പോഴെന്നറിയോ? ആദ്യം ഉരുൾപൊട്ടിയത് പുലർച്ചെ 2 മണിക്കാണല്ലോ. രണ്ടാമത്തേത് 4:10-നും. കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റെഡ് അലർട്ട് വരുന്നത് എപ്പോഴെന്നറിയോ? രാവിലെ 6 മണിക്കുള്ള ബുള്ളറ്റിനിൽ, അതായത് ദുരന്തം ഉണ്ടായതിനു ശേഷം. അതെ. ജിയോളജിക്കൽ സർവേ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ? ഈ മുണ്ടകയും ചൂരൽമലയും ഉൾപ്പെടുന്നത് വൈത്തിരി താലൂക്കിലാണ്. വൈത്തിരി താലൂക്കിൽ അന്ന് GSI യെല്ലോ അലർട്ട് നൽകിയിരുന്നു. യെല്ലോ അലർട്ട് എന്നാൽ വളരെ വിരളമായി മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ എന്തായിരുന്നു കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എന്ന് വ്യക്തമായല്ലോ. ഇനി അനവസരത്തിലെ ആരോപണത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കേൾക്കാം. സാധാരണഗതിയിൽ പഴിചാരേണ്ട ഒരു ഘട്ടമല്ല. ഇപ്പോൾ ദുരന്തമുഖത്താണ് നമ്മൾ. ആ ഹതാശയരായ ജനങ്ങൾ നിരാലംബരായി കഴിയുകയാണ്. അവരെ സഹായിക്കുക. പരസ്പരം പഴിക്കാം, രാഷ്ട്രീയ ആരോപണങ്ങളുമാകാം. പക്ഷെ നിരാലംബരായ കുറെ മനുഷ്യർ മണ്ണിനടിയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ട് പോരെ ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.